പാലക്കാട് പുതുപ്പരിയാരത്ത് യുവതിയെ ഭർതൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മാട്ടുമന്ത ചോളോട് സ്വദേശി മീരയാണ് മരിച്ചത്. ഭർത്താവുമായി പിണങ്ങിയ മീര ചൊവ്വാഴ്ച സ്വന്തം വീട്ടിലേക്ക് വന്നിരുന്നു. യുവതിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിച്ചു. ഇൻസ്റ്റാഗ്രാമിൽ ഉൾപ്പെടെ സജീവമായിരുന്ന മീരയെ ചിരിച്ച മുഖത്തോടു കൂടിയേ എല്ലാവരും കണ്ടിട്ടുള്ളൂ. മീര ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നാണ് കുടുംബം പറയുന്നത്. മീര 29 വയസ്സ് മാത്രം പ്രായം. കഴിഞ്ഞ ദിവസമാണ് ഭർത്താവ് അനൂപുമായി വഴക്കുണ്ടാക്കി മീര വീട്ടിലെത്തുന്നത്. തിരിച്ചു പോകേണ്ടെന്നും പോലീസിൽ പരാതി നൽകാമെന്നും കുടുംബം പറഞ്ഞു. എന്നാൽ രാത്രി 11 മണിയോടെ ഭർത്താവ് അനൂപെത്തി ഭർതൃവീട്ടിലേക്ക് തിരികെ കൂട്ടിക്കൊണ്ടുപോകുകയായിരുന്നു. അനൂപ് വഴക്കുണ്ടാക്കുകയും മീരയെ മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് വീട്ടുകാർ പറയുന്നു. രാവിലെ ഹോമാംബിക പോലീസാണ് മീര മരിച്ച കാര്യം അറിയിച്ചതെന്നും ബന്ധുക്കൾ പറഞ്ഞു. അവര് തമ്മിൽ ഇന്നലെ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്. അവന് നിരന്തരമായിട്ട് അവളിനെ ഉപദ്രവിക്കുമായിരുന്നു. പക്ഷെ അത് ഞങ്ങൾക്കാർക്കും ഒരു താല്പര്യമില്ലാത്ത കല്യാണമായിരുന്നുകൊണ്ട് അവൾ ഞങ്ങളുടെ അടുത്തൊരു പരാതിക്ക് വരില്ലായിരുന്നു. അവൾ ഇന്നലെ വീട്ടിൽ വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവളോട് പോകണ്ടേ, നമുക്ക് നാളെ രാവിലെ സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറഞ്ഞ് അവൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് രാത്രി 11 മണിയായപ്പോഴത്തേക്കിന് അവളുടെ ഭർത്താവ് തന്നെ വന്ന് നല്ല രീതിയിൽ സംസാരിച്ച് അവളെ സ്നേഹത്തോടെ വിളിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. ഒരു കാരണവശാലും അവൾ സ്വന്തമായിട്ട് അങ്ങനെ ഒരു സൂയിസൈഡ് ചെയ്യില്ല, അത്രയും ഒരു വീൽ പവറുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ. പോലീസ് അറിയിപ്പിനെ തുടർന്ന് ആശുപത്രിയിലെത്തിയപ്പോൾ ഭർത്താവ് അനൂപോ അവരുടെ ബന്ധുക്കളോ ആരും ഉണ്ടായിരുന്നില്ല. എന്ത് പ്രശ്നങ്ങളെയും ധൈര്യത്തോടെ നേരിട്ടിരുന്ന പെൺകുട്ടിയാണെന്നും മീര ആത്മഹത്യ ചെയ്യില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മീരയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കുടുംബം പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ക്യാമറമാൻ രമേശ് റാമിനൊപ്പം അജിത് ബാബു, ന്യൂസ് മലയാളം.